ശരി. നമ്മൾ ഇതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യം അതേപ്പറ്റി തുടർന്നും ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് ഈ സന്തുലിതാവസ്ഥ ഇല്ലാത്തതെന്ന് നമുക്ക് സ്വയം ശോധന ചെയ്ത് നോക്കാം. 10-12 സന്ദേശങ്ങൾ മാത്രമുള്ള ഇതുപോലെയുള്ള ഒരു ചെറിയ കോൺഫറൻസിൽ നാം അസന്തുലിതമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ സഭകളിൽ നമ്മൾ ഏതൊക്കെ കാര്യത്തിലാണ് സന്തുലിതമല്ലാതിരിക്കുന്നത്, മറ്റു സഭകളിൽ അവരേതൊക്കെ കാര്യങ്ങളിലാണ് അസന്തുലിതമായിരിക്കുന്നു എന്നല്ല. അത് നിശ്ചയമായിട്ടും നമ്മുടെ ജോലിയല്ല. നമ്മൾ ദൈവവചനം പഠിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ എല്ലാ വശങ്ങളെപ്പറ്റി ഊന്നി പറയാനായിട്ട് സാധിക്കില്ല. കാരണം ചില കാര്യങ്ങൾ നമ്മൾ ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതിനെപ്പറ്റി പിന്നെയും ഊന്നി പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ എവിടെയാണ് അസന്തുലിതമായിരിക്കുന്നത് അതേപ്പറ്റിയാണ്. നാവിനെ നിയന്ത്രിക്കുന്നതിനെ പറ്റി നമ്മൾ പറയുവാനിടയായി. അത് വളരെ പ്രധാനമാണ്. കാരണം അതേപ്പറ്റി നാം ഗൗരവതരമായിട്ട് അധികം ഊന്നി പറയുന്ന കാര്യമല്ല. അതേപ്പറ്റി നാം ഇവിടെ സംസാരിക്കാറുണ്ടെങ്കിലും ഒരാൾ ചെയ്ത ഒരു കാര്യത്തെ അഭിനന്ദിക്കേണ്ടതിൻ്റെ ആവശ്യത്തെപ്പറ്റി നമ്മൾ ചിന്തിച്ചു. നന്ദിയുള്ളവരായിരിക്കേണ്ടതിൻ്റെ ആവശ്യത്തെപ്പറ്റി നാം ചിന്തിച്ചു. ആളുകളെ ഉത്സാഹിപ്പിക്കുന്നതിനെ പറ്റി, പണത്തോടുള്ള നമ്മുടെ ശരിയായ മനോഭാവം എന്തായിരിക്കണം എന്നതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചു. ഭൗതിക വസ്തുക്കൾ അത് നമ്മൾ മുറുകെ പിടിക്കരുതെന്ന്, പകരം ദൈവവേഷങ്ങളിൽ നാം സമ്പന്നരാകണം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവികമായ രീതിയിൽ തിരുത്തൽ എങ്ങനെ സ്വീകരിക്കണമെന്നാണ്. തിരുത്തൽ ആവശ്യമില്ലാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ഇല്ല. അത് ദൈവവചനത്തിൽ പറയുന്നുണ്ട്. ആരംഭത്തിൽ നാം അത് ചിന്തിച്ചു. 2 തിമോഥെയോസ് 3:16-17. നമ്മെ തിരുത്താനാണ് ദൈവം തൻ്റെ വചനം നമുക്ക് തന്നത്. ഇന്ന് രാവിലെ നാം കേട്ടു, നമ്മൾ തെറ്റായ വഴിയിലേക്ക് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും, ആ വഴിയല്ല, ഈ വഴിയെ പോവുക. നാം തിരുത്തലുകൾ അംഗീകരിക്കാതെ വരുമ്പം ദൈവം നമുക്ക് ബാലശിക്ഷ തരുന്നെന്നും ദൈവവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് തിരുത്തലുമുണ്ട്, അതുപോലെ ശിക്ഷണവുമുണ്ട്. ഇങ്ങനെ പരിശുദ്ധാത്മാവ് പറയാണ്, ആ വഴി പോകരുത്, എന്നിട്ടും നിങ്ങൾ ആ വഴിയെ പോകുമ്പോൾ എങ്കിൽ അവന് നിങ്ങളെ അനുസരണം പഠിപ്പിക്കേണ്ടി വരും, ആ ശരിയായ പാതയിലേക്ക് നിങ്ങളെ മടക്കിക്കൊണ്ടുവരാൻ. വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ഒരു വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ലോകമയത്വം ഏറ്റവും സ്വാധീനിച്ച ഒരു സഭയായിരുന്നു ലവോദോക്യ സഭയെന്ന് നിങ്ങൾക്കറിയാമല്ലോ. വളരെ സമ്പത്തുള്ള, നീളമുള്ള ഒരു സഭ. വെളിപാട് പുസ്തകത്തിൽ കാണുന്ന 7 സഭകളിൽ ഏറ്റവും അധികം. സത്യം പറഞ്ഞാൽ ഈ സഭയെപ്പറ്റി കർത്താവിന് നല്ലതൊന്നും പറയാനില്ല. സർദീസിലുള്ള ആ സഭ, ആ സഭയിൽ പോലും ഉടുപ്പ് മലിനമാകാത്ത ചിലർ ഉണ്ടായിരുന്നുവെന്ന് നാം വായിക്കുന്നുണ്ട്. വെളിപാട് ദിവസം 3:4. ഒരു നല്ല കാര്യമെങ്കിലും അവർക്കുണ്ടായിരുന്നു. എന്നാൽ ഈ ലവോദോക്യ സഭയിലേക്ക് വരുമ്പോൾ ഒരു നല്ല കാര്യം പോലും പറയാനായിട്ട് അവന് കഴിയുന്നില്ല. ഏറ്റവും മോശപ്പെട്ട സഭ. അവരോടവൻ പറയുന്നത്, നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ഇങ്ങനെ പല 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 കാര്യങ്ങൾ. അതിനുശേഷം അവൻ പറയുന്നു, മോശപ്പെട്ട ഈ സഭയോട് പറയുന്ന മനോഹരമായൊരു വാക്യം, 19-ാം വാക്യം, എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും അവരെ ഞാൻ ശാസിക്കും, അവരെ ഞാൻ ശിക്ഷിക്കും. ചിന്തിച്ചു നോക്കൂ, ഇത്ര മോശമായ ഈ സഭയെയും യേശു സ്നേഹിച്ചു. മോശപ്പെട്ട ആ മൂപ്പനെയും അവിടെ ഇരിക്കുന്ന ആ മോശപ്പെട്ട വിശ്വാസികളെയും അവൻ നിങ്ങളെയും സ്നേഹിക്കുന്നു. അവൻ്റെ സ്നേഹത്തിൻ്റെ ഒരു തെളിവ്, അവൻ നിങ്ങളെ ശാസിക്കും, നിങ്ങളെ തിരുത്തും, അതുപോലെ നിങ്ങളെ ശിക്ഷിക്കുകയും ചെയ്യും. നിങ്ങളെ അവൻ ശിക്ഷിക്കുന്ന എന്തിനാ? അങ്ങനെ നീ ജാഗ്രതയുള്ളവനാകണം, മാനസാന്തരപ്പെടുകയും വേണം. ഇങ്ങനെയല്ല പകുതി ഹൃദയത്തോടെ ശരിയാണ്, ഞാനവിടെ ഒരു തെറ്റ് ചെയ്തു പോയി, അതല്ല ശരിയായിട്ടുള്ള മാനസാന്തരം. അങ്ങനെയല്ല തിരുത്തൽ സ്വീകരിക്കേണ്ടത്.
എന്നോടിപ്പം പറഞ്ഞ ആ കാര്യം ഒരു പക്ഷേ നീ പറഞ്ഞത് ശരിയായിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു പ്രതീക്ഷയുമില്ല. അത് ആത്മാർത്ഥമായിട്ട് എടുക്കുന്നവർക്കാണ്. ഞാൻ കാണുന്നു, ഞാൻ പൂർണ്ണമായിട്ടും അവിടെ തെറ്റിപ്പോയി, പൂർണ്ണമായിട്ടും ഞാൻ അവിടെ തെറ്റിപ്പോയി. ഞാൻ പറയട്ടെ, അങ്ങനെയുള്ളവർക്ക് വളരെ പ്രതീക്ഷയുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, വളരെ അപൂർവമായിട്ട് ഇങ്ങനെയുള്ള മാനസാന്തരം ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ തിരുത്തിയിട്ടുള്ള മിക്ക ആളുകളും വളരെ നേരം സംസാരിച്ച ശേഷം അവർ പറയും, ശരി ബ്രദർ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വളരെയധികം നിരാശനാകും. എനിക്കറിയാം അവനെക്കുറിച്ച് വലിയ പ്രതീക്ഷയില്ലെന്ന്. കാരണം പിന്നെയും പോയി അവൻ്റെ ജീവിതത്തിൽ 10,000 തെറ്റുകൾ അവൻ ചെയ്തുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ ആഗ്രഹം അതിൽ നിന്നല്ല അവനെ രക്ഷിക്കാനാണ്. എന്നാൽ അവൻ നിഗളിയായതുകൊണ്ട് അവനത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. നീ ജാഗ്രതയുള്ളവനായി മാനസാന്തരപ്പെടുക. അവൻ നേരിട്ടോ തൻ്റെ ഒരു ദാസനിൽ കൂടെയോ നിങ്ങളെ തിരുത്തുകയോ ശിക്ഷണം തരികയോ ചെയ്യുമ്പോൾ അതവൻ്റെ സ്നേഹത്തിൻ്റെ ലക്ഷണമാണ്. ദൈവം നിന്നെ സ്നേഹിക്കുന്നു നിനക്ക് എങ്ങനെ അറിയാം എന്നെൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ നിങ്ങളെന്നോട് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ: അവൻ സ്വർഗം വിട്ടു വന്ന് എനിക്കായിട്ട് മരിച്ചു. ഇന്ന് നിങ്ങൾ എന്നോട് ചോദിക്കണം, അവൻ നിന്നെ സ്നേഹിക്കുന്നു എങ്ങനെ നിനക്കറിയാം? അവൻ കാൽവറിയിൽ എനിക്കായിട്ട് മരിച്ചു എന്ന് മാത്രമല്ല, അവൻ എനിക്ക് ശിക്ഷണം തരുന്നു, അവൻ എന്നെ തിരുത്തുന്നു. നിങ്ങൾ ചിന്തിക്കുന്നു അവനങ്ങനെ ചെയ്യുന്നില്ലെന്ന്. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം. എന്നാൽ അവൻ ചെയ്യുന്നു. ഞാൻ അവന് ജനിച്ച മകനാണെന്ന് ഞാൻ അറിയുന്ന അങ്ങനെയാണ്. എൻ്റെ അപ്പന് ജനിച്ച ഒരു മകനാണ് ഞാൻ. അതാണ് അതിൻ്റെ തെളിവ്. നോക്കൂ, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ, എബ്രായർ 12-ാം അധ്യായം 2-ാം വാക്യം, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ നോക്കുക. അവനെ നോക്കിക്കൊണ്ടാണ് നമ്മുടെ ഓട്ടം നമ്മൾ ഓടേണ്ടത്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ വിരോധം സഹിച്ച് അവനെ ധ്യാനിക്കണം. പിന്നെ പറയുന്നു, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. അത് വായിക്കുന്ന 4-ാം വാക്യത്തിലാണ്. അതിനുശേഷം മകനെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയരുത്. കർത്താവ് നിങ്ങളെ ശിക്ഷിക്കുമ്പം നിങ്ങൾ അതിൽ നിന്ന് കുതറി മാറരുത്, അതുപോലെ മുഷിയരുത്. അവൻ ശാസിക്കുമ്പം നിങ്ങൾക്ക് നിരാശ തോന്നരുത്, അവൻ നിങ്ങളെ ശാസിച്ചതുകൊണ്ട്. മുഷിഞ്ഞ് നിരാശപ്പെട്ടു പോകരുത്. എന്താ പ്രയോജനം ഈ കർത്താവിനെ അനുഗമിക്കുന്നതുകൊണ്ട്? അല്ല, കാരണം കർത്താവ് സ്നേഹിക്കുന്ന ഒരു മകനെയാണ് അവൻ ശിക്ഷിക്കുന്നത്. അവൻ കൈക്കൊള്ളുന്ന ഒരു മകനെയാണ് അവൻ തിരുത്തുകയും തല്ലുകയും ചെയ്യുന്നത്. അവൻ കൈക്കൊള്ളുന്ന ഏത് മകനോടും അവൻ അങ്ങനെ ചെയ്യും. ദൈവം എനിക്ക് 4 മക്കളെ തന്നു. ദൈവം എനിക്ക് പിതാവായിരിക്കുന്ന പോലെ തന്നെ ഞാനും അവർക്ക് പിതാവായിരിക്കാൻ ആഗ്രഹിച്ചു. അതാണ് എൻ്റെ മാതൃക. എന്നെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു പിതാവാണ് എനിക്ക് ദൈവം. ത്യാഗം സഹിച്ചുകൊണ്ട്, തന്നെ തന്നെ നിഷേധിച്ചുകൊണ്ട് അവൻ എപ്പോഴും എൻ്റെ നന്മ ആഗ്രഹിക്കുന്നു. എൻ്റെ മക്കളോട് ഞാൻ അങ്ങനെ ആയിരിക്കാനായിട്ട് ശ്രമിച്ചു. അതേസമയം അവൻ എന്നെ ശാസിക്കാറുണ്ട്, ശിക്ഷിക്കാറുണ്ട്, ചിലപ്പം കഠിനമായിട്ട്. എൻ്റെ മക്കളോട് ഞാൻ അങ്ങനെ ആയിരുന്നു. അതെന്നെ ദൈവത്തിൽ നിന്ന് ദൂരേക്ക് കൊണ്ടുപോയില്ല, മറിച്ച് ഞാൻ അവനോട് പറ്റി നിന്നു. അവൻ എന്നെ ശിക്ഷിക്കുന്നതുകൊണ്ട് ഞാൻ അവനെ കൂടുതൽ സ്നേഹിച്ചു. ചിലപ്പോൾ ഒരു തലവേദനയോ ഒരു പനിയോ കാരണം ഞാൻ എൻ്റെ കടക്കയിൽ കിടക്കുന്ന സമയത്ത് ദൈവം എന്നെ ശാസിക്കാമെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിക്കും. എൻ്റെ സ്കൂട്ടർ ചെറുതായിട്ട് ചരിഞ്ഞ് ഞാൻ വീഴാൻ തുടങ്ങിയാൽ, ഞാനത് ഓടിച്ചു നടക്കുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് ചോദിക്കും, കർത്താവേ, അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? കർത്താവ് എന്നോട് പറയും, അത് നിന്നെ വലിയൊരു ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. വേഗം അല്പം കൂടെ കുറച്ചോടിക്കുക. ശരി, അവിടെ ഒരു മുന്നറിയിപ്പുണ്ട്. നന്ദി കർത്താവേ, ഈ ചെറിയ മുന്നറിയിപ്പിനായിട്ട് അങ്ങേക്ക് നന്ദി. അതെന്നെ വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കും. ഞാൻ ശരിക്കും ദൈവത്തിന് നന്ദി കരയറ്റണം. 45 കൊല്ലം സ്കൂട്ടർ ഉപയോഗിച്ചെങ്കിലും വലിയ അപകടങ്ങൾ ഒരിക്കലും ഉണ്ടായില്ല. കാരണം ഇതുപോലുള്ള ചെറിയ മുന്നറിയിപ്പുകൾ അവൻ എനിക്ക് തന്നുകൊണ്ടിരുന്നു. ഇതുപോലെ ചെറിയ മുന്നറിയിപ്പുകൾ ദൈവം തരുന്നത് ജീവിതത്തിൽ പിന്നീട് നിങ്ങൾക്ക് വലിയ അപകടം ഉണ്ടാകാതിരിക്കാനാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ മുഷിയരുത്. അത് നിങ്ങൾ അംഗീകരിക്കുന്നെങ്കിൽ ആത്മീയമായിട്ടുള്ള വലിയ അപകടങ്ങളിൽ നിന്ന് അത് നിങ്ങളെ രക്ഷിക്കും. അതുകൊണ്ട് മക്കളോടെന്ന പോലാണ് ദൈവം നമ്മളോട് പെരുമാറുന്നത്. എന്നോടും ദൈവം പെരുമാറിയത് അങ്ങനെയാണ്.
നിങ്ങൾക്കറിയാമോ, ചില സമയത്ത് ഞാൻ രോഗിയാകുമ്പോൾ ഞാൻ കർത്താവിനോട് ചോദിക്കും, കർത്താവെ അതെന്തിനു വേണ്ടിയായിരുന്നു? ദൈവം സാധാരണ എനിക്ക് കാണിച്ചു തരും കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം. ഞാൻ തെന്നിയ ഒരു സാഹചര്യം, ഒരുപക്ഷെ ഒരു കരുണയില്ലാത്ത വാക്ക് ഞാൻ ആരോടോ പറഞ്ഞത്, ഒരു ചെറിയ കാര്യം മറ്റ് വിശ്വാസികളുടെ കണ്ണിൽ ഓ അതിലെന്തിരിക്കുന്നു, ശരിയാണ്, അത് ചെറിയ കാര്യം തന്നെയാണ്. എന്നാൽ എന്നെ പൂർണ്ണനാക്കാനായിട്ട് ദൈവം വളരെയധികം ആഗ്രഹിക്കുന്നു. ആ ചെറിയ കാര്യം പോലും സംഭവിക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. 99.5% മാർക്ക് എനിക്ക് കിട്ടിയതിൽ അവൻ സന്തുഷ്ടനല്ല. മറ്റെല്ലാവരും സന്തോഷിക്കും. എന്നാൽ കർത്താവ് പറയില്ല, മകനെ നീ 100 വാങ്ങണം. എനിക്ക് അപ്പം വളരെ ആവേശമുണ്ടാകും. ഞാൻ 99.5% മാർക്ക് വാങ്ങുന്നതിലും അവൻ സന്തോഷനല്ല എന്ന കാര്യം ഞാൻ മനസ്സിലാക്കുമ്പോൾ ഞാൻ 100 വാങ്ങാൻ അവൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകാറുണ്ട്. ഞാൻ കർത്താവിനോട് പറയും, കർത്താവ് എൻ്റെ ജീവിതാവസാനം വരെ നീ എന്നോട് ഇങ്ങനെ തന്നെ ഇടപെടണേ. കർത്താവ് എൻ്റെ ജീവിതാവസാനം വരെ എന്നോട് നീ ഇങ്ങനെ തന്നെ ഇടപെടണേ. ഞാൻ വളരെ ചെറിയൊരു കാര്യത്തിൽ തന്നെയാലും അരമാർഗം എനിക്ക് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടാലും എന്നെ അവിടുന്ന് മാറ്റണേ, എന്നെ കിടക്കയിലാക്കണേ, എന്തെങ്കിലും ചെയ്ത് അങ്ങനെ എനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. കർത്താവ് ഇത് അവിടുത്തെ സ്നേഹത്തിൻ്റെ അടയാളമാണ്. ഞാൻ മുഷിഞ്ഞു പോകില്ലെന്ന് അങ്ങോട്ട് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ നിരാശപ്പെട്ടു പോകില്ലെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ആ തിരുത്തലിന് ഞാൻ വിധേയപ്പെടും. ഞാൻ നിങ്ങളോട് പറയട്ടെ, അതെന്നെ കൂടുതൽ മെച്ചപ്പെട്ടവനാക്കി. നിങ്ങളെയും അങ്ങനെയാക്കും. ദൈവം അത് ചെയ്യും. എന്നാൽ അവൻ തിരുത്തുമ്പം നിങ്ങൾ മുറിപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അവൻ നിങ്ങളെ നിങ്ങളുടെ വഴിയിൽ വിടും.